ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി അനിശ്ചിതത്വത്തിലാക്കി മെഡിക്കൽ പ്രവേശനത്തിനായുള്ള നീറ്റ് പരീക്ഷ റദ്ദാക്കിയിരിക്കുന്നു. പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നതിനെ തുടർന്നാണ് പരീക്ഷ റദ്ദാക്കിയത്. പുനഃപരീക്ഷ നടത്തുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചിട്ടുണ്ട്. 22.05 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷയിൽ കേരളത്തിൽ നിന്നും 1.28 ലക്ഷം പേരാണ് പരീക്ഷ എഴുതിയിട്ടുള്ളത്. പരീക്ഷ റദ്ദാക്കിയതോടെ ഇക്കൊല്ലത്തെ മെഡിക്കൽ ബിരുദ കോഴ്സുകളിലേക്കുള്ള പ്രവേശന നടപടികൾ വൈകും. ഇത് വിദ്യാർത്ഥികൾക്ക് വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കും. ഇത്രയും ഗൗരവമുള്ള ഒരു പരീക്ഷ കുറ്റമറ്റ നിലയിൽ നടത്താൻ രാജ്യത്ത് സംവിധാനമില്ല എന്നത് അപമാനകരമാണ്. നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോരുന്നത് ഇതാദ്യമല്ല. 2024 ചോദ്യപേപ്പറും സമാന നിലയിൽ ചോർന്നതാണ്. ഈ വിഷയത്തിൽ സുപ്രീം കോടതി അടക്കം അന്ന് ഇടപെടുകയുണ്ടായി. ആ അനുഭവത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പാഠം പഠിച്ചില്ല എന്നതിൻ്റെ തെളിവാണ് ഇപ്പോഴത്തെ സംഭവങ്ങൾ. ലക്ഷക്കണക്കിന് കുട്ടികളുടെ അധ്വാനവും തയ്യാറെടുപ്പും പാഴാവുകയാണ്. വീണ്ടും പരീക്ഷ എഴുതേണ്ടി വരുന്ന കുട്ടികളുടെ മാനസിക സംഘർഷത്തിന് ആര് സമാധാനം പറയും? രാജ്യത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗം അരാജകത്വത്തിൻ്റെ കേന്ദ്രമായതിൻ്റെ ഉത്തരവാദികൾ കേന്ദ്ര സർക്കാർ തന്നെയാണ്. ഈ ഗുരുതര വീഴ്ചയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് കേന്ദ്ര സർക്കാരിന് ഒഴിഞ്ഞു മാറാനാകില്ല. പരീക്ഷാ നടത്തിപ്പ് കുറ്റമറ്റ നിലയിൽ നടത്തുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ട സാഹചര്യത്തിൽ പരീക്ഷാ സംവിധാനം വികേന്ദ്രീകരിക്കണം. സംസ്ഥാനങ്ങളെ വിശ്വാസത്തിലെടുത്ത് പരീക്ഷാരീതി സമഗ്രമായി പരിഷ്കരിക്കണം. വിദ്യാർത്ഥികളുടെ ഭാവി അപകടത്തിലാക്കുന്ന ഈ ഗുരുതര വീഴ്ചയ്ക്ക് കേന്ദ്ര സർക്കാർ മറുപടി പറഞ്ഞേ മതിയാകൂ.